ഇപ്രാവശ്യം 2 ചിത്തിര നാളാണല്ലേ നമുക്ക് വന്നേക്കുന്നത്. എല്ലാ പ്രാവശ്യവും അത്തം 10-നാണ് തിരുവോണം വരുന്നത്. പക്ഷേ ഇപ്രാവശ്യം അത്തം 11-നാണ് തിരുവോണം. അപ്പോൾ രാവിലെ തന്നെ അത്തപ്പൂക്കളമൊക്കെ ഇടാനായിട്ട് ഞാൻ പൂ പറിക്കാനായിട്ട് പോവാട്ടോ. ഇന്നലെ രാത്രിയിൽ നല്ല മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ചെടിയിലും പൂലും ഒക്കെ നിറയെ വെള്ളമായിട്ട് നിൽക്കുകയായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോഴും നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ചെറിയൊരു തണുപ്പും മഞ്ഞും ഒക്കെ കൂടിയിട്ടുള്ള നല്ല രസമായിരുന്നു ഇങ്ങനെ പൂവൊക്കെ പറിച്ച് അതിനിടയ്ക്കൂടെ. അങ്ങനെ ഞാൻ കുറച്ച് ചുമന്ന ചെമ്പരത്തിപ്പൂ പിച്ചാനായിട്ട് പോയതാണ് കേട്ടോ. അതൊക്കെ പിച്ചിട്ട് വന്നിട്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് പാലപ്പൂവും കൂടെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കുറച്ച് പിച്ചിയെടുത്തു. അപ്പോൾ പൂക്കൾ ഇടുമ്പോഴേ ഈ തുമ്പപ്പൂ വെക്കുന്നത് നല്ലതാണെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമുക്കിവിടെ എങ്ങും തുമ്പപ്പൂ കിട്ടാനില്ല. ഞാൻ ഇവിടെയൊക്കെ നോക്കിയായിരുന്നു. അങ്ങനെ പിന്നെ തുളസിയും മുക്കൂറ്റിയും കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ അതൊക്കെ നമ്മുടെ സെൻറ്ററിലായിട്ട് വെച്ച് പിന്നെ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ ഇങ്ങനെ അതിൻ്റെ ചുറ്റിനുമായിട്ട് വെച്ച് കൊടുത്തു കേട്ടോ. ഭയങ്കര ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇങ്ങനെ അത്തം ഇടുന്നതൊക്കെ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഭയങ്കര നല്ലൊരു മൂഡിലാണ് എഴുന്നേൽക്കുന്നത്. ഈ ശംഖുപുഷ്പത്തിൻ്റെ പൂ ഉണ്ടല്ലോ, അല്ലാത്ത സമയത്ത് ഇവിടെ ഒരുപാട് കാണുന്നതാണ്. പക്ഷേ അത്തം ഇടാൻ തുടങ്ങിയപ്പോൾ തൊട്ട് വളരെ കുറവാണ്, ഒട്ടും കിട്ടുന്നില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ പൂവ്. എന്തായാലും ഉള്ളതൊക്കെ വെച്ചിട്ട് ഞാനൊരു ചെറിയ അത്തം തട്ടിക്കൂടിയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.